എല്ലാ കൂട്ടുകാർക്കും ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കലാത്തിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളതാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗാർഡനെ അലങ്കരിക്കാൻ കഴിയുന്ന ഒന്നാണ് കലാത്തിയ പ്ലാന്റ്സ്. അവയുടെ ഇലകളുടെ പ്രത്യേകതയും വെരിഗേഷനും കളറും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഓരോ കലാത്തിയ പ്ലാന്റ്സും ഓരോരോ കളർ വേരിയേഷൻ ഉള്ളതാണ്. തണലുള്ള സ്ഥലങ്ങളിൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് വളർത്താൻ കഴിയുന്നവയാണ് കലാത്തിയ പ്ലാന്റ്സ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അവയെല്ലാം തന്നെ വളരെ ഈസി മെയിൻ്റനൻസുമാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഗാർഡൻ വളർത്തണമെങ്കിൽ നല്ല സൺലൈറ്റ് വേണം. അപ്പോൾ സൺലൈറ്റ് ഇല്ല എന്നുള്ള പരിഭവം പറയുന്നവർക്ക്, സൺലൈറ്റ് ഇല്ല എന്നല്ല, നിങ്ങളുടെ ഗാർഡനിൽ വേണ്ടത്ര കിട്ടുന്നില്ല എന്ന് പരിഭവം പറയുന്നവർക്കൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് കലാത്തിയ പ്ലാന്റ്സ്. അതുപോലെ ഇതിന് വേണ്ടത് നല്ല ഇളക്കമുള്ളൊരു പോട്ടിംഗ് മിക്സും കുറച്ച് വളക്കൂറുള്ള മണ്ണും ഒക്കെ. ഇളക്കമുള്ള പോട്ടി മിക്സിൻ്റെ കൂടെ നല്ല വളക്കൂറുള്ള കുറച്ച് മണ്ണും കൂടെയൊക്കെ ചേർത്ത് നട്ടുകൊടുത്താൽ നന്നായിട്ട് തന്നെ ഈ കലാത്തിയ പ്ലാന്റ്സിനെ വളർത്താനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ ഇതിൽ ഒരുപാട് തൈകളും വളരെ പെട്ടെന്ന് വരും. പിന്നെ ഇതിനെ പ്രെയർ പ്ലാന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേന് ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് കൂമ്പിയതുപോലെ വരും. അതുപോലെ ഒരുപാട് വെയിലേറ്റാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാറുമുണ്ട്. ഈ കാണുന്ന ഈ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം തന്നെ നന്നായിട്ട് വളർത്താൻ കഴിയുന്നവയാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് അയച്ചു തന്നാൽ മതി. എല്ലാം വളരെ ലോ റേറ്റിലുള്ള ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സായോ ഫുൾ പോട്ടായോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുവഴി തരും. യെല്ലോ ഫ്യൂഷൻ കലാത്തിയയുടെ സിംഗിൾ പ്ലാന്റിന് റേറ്റ് 80 രൂപയാണ്. അതുപോലെ ബാക്കിയുള്ള കലാത്തിയ പ്ലാന്റ്സിനെല്ലാം 50, അതുപോലെ 30 രൂപ, 40 രൂപ ഈ റേറ്റിലൊക്കെയാണ് സിംഗിൾ പ്ലാന്റ്സിൻ്റെ വില. അതുപോലെ ഫുൾ പോട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളതെന്ന് വെച്ചാൽ അത് കൊറിയർ ചെയ്ത് തരുന്നതുമാണ്. അതുപോലെ നമ്മുടെ ഗാർഡനിൽ നേരിട്ട് വന്ന് വിത്ത് പോട്ടോടു കൂടിയും പ്ലാന്റ്സ് മേടിക്കാം. അങ്ങനെ വേണമെന്നുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. DTDC കൊറിയർ സർവീസും സ്പീഡ് പോസ്റ്റും വഴിയാണ് കൊറിയേഴ്സ് എല്ലാം അയക്കുന്നത്. DTDCക്ക് 1 കിലോയ്ക്ക് 80 രൂപയാണ് കൊറിയർ ചാർജ്. സ്പീഡ് പോസ്റ്റിന് പ്ലാന്റിൻ്റെ, അതായത് പാക്കറ്റിൻ്റെ വലിപ്പവും അതിൻ്റെ വെയ്റ്റുമൊക്കെ അനുസരിച്ചാണ് സ്പീഡ് പോസ്റ്റിൻ്റെ കൊറിയർ ചാർജ്. അതുപോലെ പ്ലാന്റ്സും ഫുൾ പോട്ടാണോ സിംഗിൾ പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാകും. സിൽവർ കലാത്തിയയും അതുപോലെ ഈ മറ്റുള്ള കലാത്തിയ പ്ലാന്റ്സ് എല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ വളർത്താൻ കഴിയുന്നവയാണ്. പെട്ടെന്ന് ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ഈ കലാത്തിയ പ്ലാന്റ്സൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് പെട്ടെന്ന് തന്നെ ബുഷിയാക്കി വളർത്താവുന്നത് കൊണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും സെറ്റ് ചെയ്യാം. ഈ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഏത് പ്ലാന്റ്സ് ആയാലും കംപ്ലീറ്റ് നമ്മൾ വീടിനകത്ത് തന്നെ വെച്ചിരിക്കരുത്. കുറച്ച് ദിവസം പുറത്ത് വയ്ക്കണം. പുറത്ത് വയ്ക്കുമ്പോൾ നല്ല വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കരുത്. അത് കലാത്തിയ പ്ലാന്റ്സ് അല്ല, മറ്റുള്ള പ്ലാന്റ്സ് ആയാലും ചെറിയ ഷെയ്ഡഡ് ഏരിയയിൽ മാത്രമേ വയ്ക്കാവൂ. കാരണം പെട്ടെന്ന് ഒരു ഇൻഡോറിലിരുന്ന ഒരു ചെടി വെളിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിപ്പോകും. അതുകൊണ്ട് ഏത് പ്ലാന്റ്സ് ആയാലും നമ്മൾ 2 പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാറി മാറി അതിനെ വെക്കാൻ പറ്റുകയുള്ളൂ. മിക്ക പ്ലാന്റ്സിൻ്റെയും വില ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ഏതിൻ്റെങ്കിലും അറിയണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയച്ചാൽ മതി. കോളുകൾ ഒഴിവാക്കണം. ചിലപ്പോൾ നമ്മൾക്ക് കോളുകൾ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. വാട്സാപ്പിലൂടെ ആകുമ്പോൾ എപ്പോഴാണെങ്കിലും എല്ലാത്തിനും പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഡിലേ വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടും.